വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് മനോഹരമായ ഒരു പോട്ടുണ്ടാക്കിയത് നോക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു പോട്ടുണ്ടാക്കലാണ്. എങ്ങനെയെന്നറിയോ, പാഴ്വസ്തുക്കളില്ലേ, സോഡ കുപ്പി അല്ലെങ്കിൽ കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ കുപ്പി എടുത്ത് മനോഹരമായൊരു പോട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ വേണ്ടി ചെടിയൊക്കെ വെച്ചിട്ട് അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്നാൽ വരി നമുക്ക് കാണാലോ. അതിന് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് ഇങ്ങനെയുള്ളൊരു കുപ്പിയാണ്. കണ്ടോ കുപ്പി? കുപ്പി പല കളറിലും ഉണ്ടാവും. ഇതിപ്പോൾ സോഡ കുപ്പിയാണ്, 2 ലിറ്ററിൻ്റെ സോഡ കുപ്പിയാണ്. ഇതൊരു പാഴ്വസ്തു, അത് സോഡ കഴിഞ്ഞാൽ അതിന് വലിച്ചങ്ങെറിയലാണ്. ഇതൊക്കെ റോട്ടുപോലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, നല്ല വലിപ്പമുള്ള. നമുക്ക് ഇങ്ങനത്തെ കണ്ടാൽ ചെടി കൃഷി എടുക്കുന്നവർക്ക് ഇത് പല ഐഡിയ വരുമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞാനിത് എടുത്തു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 2 ലിറ്ററിൻ്റെ സോഡ കുപ്പി എടുത്തിട്ട് മനോഹരമായ അടിപൊളി കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാക്കുന്ന പൂച്ചട്ടി അത് ഇൻഡോറിൽ വെക്കുന്ന ഉണ്ടാക്കുന്നത്. ഇൻഡോറിൽ നമുക്ക് അടുക്കളയിൽ തന്നെ നമുക്ക് സ്ലാബിൻ്റെ മേലേക്ക് ഇങ്ങനെ വരിയിൽ വെക്കാം, ബെഡ്റൂമിൽ വെക്കാം, സോഫിൻ്റെ നടുക്ക് വെക്കാം. നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് തുടങ്ങാം കേട്ടോ. ഇതാ കുറേ കുപ്പി ഉണ്ടെങ്കിൽ അത്രക്കും നമുക്ക് ഉഷാറിലുണ്ടാക്കാം. നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം മാർക്ക് ചെയ്യണം. അപ്പോൾ മാർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മേലുള്ള സ്റ്റിക്കറൊക്കെ ഒന്ന് കളയണം. ഈ സ്റ്റിക്കറാണ് കളയാം. ഇത് കുറച്ച് അതൊക്കെ പൊയ്ക്കോളും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവസാനത്തെ ഒരു മിനിക്ക് പണിയിൽ ഇതൊക്കെ പോവും, ഈ ഒട്ടിയതൊക്കെ. ഇപ്പം അതങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കുപ്പി. ഇനി ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടോ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കുപ്പിക്ക് അടപ്പ് വേണം കേട്ടോ. അടുപ്പ് നമുക്ക് നിർബന്ധമാണ്. ഈ അടപ്പിന് അളന്നിട്ട് വേണം ഇവിടെ ഇത്ര വീതി കട്ട് ചെയ്യേണ്ടത്. ഒന്ന് അളക്കട്ടെ. ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ അങ്ങിട്ട് കട്ട് ചെയ്യുമ്പോൾ വളഞ്ഞു പോവാണ്ടിരിക്കാൻ ഞാനിങ്ങനെ ഒരു ലൈൻ ഇട്ടതാ ഇവിടെയും. ഇനി ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇത് ഞാനിവിടെ കട്ട് ചെയ്തു കേട്ടോ. ഈ വരമ്പിലൂടെ ഇങ്ങനെ ഈ കത്രികയല്ല, അതിനായിട്ടുള്ള ബ്ലേഡൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഒരു പേപ്പറൊക്കെ വിരിച്ചതാ, ഒന്നും മേശപ്പുറത്താവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഒരു പീസ് എടുത്ത് വെച്ചു. ഇനി അടുത്തത് കട്ട് ചെയ്ത് താമസം ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ലാസ്റ്റ് നിങ്ങളെ കാണിക്കും. ഇതൊക്കെ എളുപ്പമാണ്. നല്ല മൂർച്ചുള്ള കത്തിയാകുമ്പോൾ ഇതാണെന്നറിയും ഇതിൻ്റെ കയ്യിൽ. ഇപ്പം 3 പീസാക്കിട്ടോ. ഒരു വലിയ 2 ലിറ്റർ കുപ്പിയെ ഞാൻ 3 പീസാക്കി മാറ്റി. ഇനി ഇതവിടെ നിൽക്കട്ടെ, മാറ്റി നിർത്തി. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ മൂടിയില്ലേ, ഈ മൂടി എടുത്ത് ഇവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ വരക്കണം. ഇങ്ങനെ അളവ് കൃത്യമാവാനാ സംഭവം. ഇത് ഫിറ്റിൽ നിൽക്കണമല്ലോ, അവിടെയും ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത്, നിങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്താൽ മതി. എന്നാൽ തെറ്റൂര. എന്താന്ന് പറഞ്ഞാൽ കുപ്പി കിട്ടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ഇത് ഉണ്ടാക്കി കണ്ടാൽ ഭയങ്കര മനോഹരം, ഭയങ്കര രസമാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇവിടെ ഇങ്ങനെ അടയാളം വെച്ച് കണ്ടോ, അതിന് പാകത്തിന് ഇങ്ങനെ റൗണ്ട് ഇട്ട്. പിന്നെ ഇതളുകൾ ഉണ്ടാക്കണം. അതിന് ഓരോ അടയാളം നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാനേ ഓരോ അടയാളം വെച്ചതാണ്. ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ, ഓരോന്നോരോന്ന്. ഇതിനിങ്ങനെ റൗണ്ടിലെടുത്തും കാണിച്ചു തരാം. ഇതിങ്ങനെ ആ വരമ വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്യാം. നല്ല കണ്ണ് വേണം കേട്ടോ, കൈ മുറിഞ്ഞു. ഈ ഇതളുണ്ടാക്കാൻ നമ്മൾ കത്രികനോണ്ട് ഇങ്ങനെ വെട്ടുക. കുറച്ച് മതി, ആടെത്തിയൊന്നും വേണ്ട. ഇതൊക്കെ കത്രികനോണ്ടാവും, ഈസി ആയിട്ടാവും. ഒന്നായി. ഇനി ഇവിടെ 2ആയി. അങ്ങോട്ട് പോയി ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ ഫുള്ളാക്കട്ടെ, സമയം പോവും. ഓരോ ഇതളിൻ്റെ സെൻറ്ററിന്ന് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണം.
ഇങ്ങോട്ട് ഇങ്ങനെ നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഒന്നിങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടും ഒരു കൂർപ്പാക്കുക. കണ്ടോ? അപ്പം എന്തായി? ഇത് പ്ലാസ്റ്റിക് അങ്ങനെ ഇതാ അങ്ങനെ ഓരോ ഇതളുണ്ടാക്കുക. കണ്ടില്ലേ? കട്ട് ചെയ്ത് കണ്ടോ? ഇവിടെ കണ്ടോ? നീ ഇവിടെ അതുപോലെ തന്നെ മൊത്തം ഇതങ്ങ് കട്ട് ചെയ്താൽ മതി. ഇത് കട്ട് ചെയ്യുക. അങ്ങനെ അത് ഫുള്ള് ചെയ്യട്ടെ കേട്ടോ. അത് ഫുള്ള്. അപ്പം നല്ല ഭംഗിയുള്ള ഇതൾ ഇങ്ങനെ കിട്ടും. നല്ല അടിപൊളിയാ. ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ ഇത് സൂപ്പറാവുന്നറിയോ? ഇങ്ങനെ നിൽക്കും. ഇത് ഫുള്ള് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ഈ റൗണ്ടില്ലേ, ഈ റൗണ്ട് അത് നമ്മൾ ഈ മൂടിയെടുത്ത് അളന്നിട്ടാ മുറിച്ചത് കേട്ടോ. കത്തി ചൂടാക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതിനകത്ത് മുറിയും. ഇതെല്ലാം കണ്ടോ? ഇതങ്ങനെ. മറ്റേ ഭാഗം നോക്കി, എന്താ സൂപ്പർ അടിപൊളികൾ കണ്ടോ? ഇനി ഇത് ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെക്കട്ടെ. അങ്ങനെ ഞാൻ ഇതിലിട്ടു. ഈ ഒരു പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. ഈ മൂടിൻ്റെ പാകത്തിന് അടപ്പിന് ഹോൾസ് ഇട്ട്, എന്നിട്ട് നാല് ഫിറ്റ്. ഇത് ഇങ്ങനെ ഇടുന്തോറും ഇത് ഫിറ്റിൽ നിൽക്കും കേട്ടോ. ഇനി ഇത് അനങ്ങൂര. അടിപൊളി. സൂപ്പർ. കണ്ടോ? ആവശ്യത്തിന് മണ്ണിടാനുള്ള സൗകര്യമുണ്ട്. നല്ലൊരു ഇതുണ്ടാവും. ഇനി ഞാൻ ഇതിനൊന്ന് പെയിൻറ് കൊടുത്താട്ടെ കേട്ടോ. എങ്ങനെയുണ്ട്? കണ്ടില്ലേ? ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക്. ഇത് ഹോൾസ് ഉണ്ടാക്കി ഞാനൊന്ന് പെയിൻറ് കൊടുക്കട്ടെ കേട്ടോ. ഏത് പെയിൻറ്റാപ്പം നല്ലതെന്ന് ഞാൻ ചുവപ്പാണ് വിചാരിച്ച്. ചുവന്ന പെയിൻ്റ് ഒന്ന് കൊടുത്തു നോക്കട്ടെ നിന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചുവന്ന പെയിൻ്റ് അടിക്കുമ്പോൾ. എന്താ സൂപ്പർ. ശരിക്കും ചുവപ്പൊരു ഭംഗി തന്നെ കേട്ടോ. പല കളറിലും ഇതുണ്ട്. ഇങ്ങനെ അങ്ങ് തേച്ചാൽ മതി, പെട്ടെന്നാവും. അധിക സമയമൊന്നും എടുക്കൂലെന്ന് തോന്നുന്നു. കണ്ടോ? ഇതള് നല്ല അടിപൊളി ഇതളാ. ഇങ്ങനെ അങ്ങ് നീട്ടി പിടിച്ചാൽ മതി. ഇതിങ്ങനെ ഏത് കളറാണ് ഇതിൽ കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയണേ. ഇതായില്ല, വേറെ കളർ നല്ലത് ഏത് അഭിപ്രായം പറയണം. ഞാൻ സ്വീകരിക്കും. ഞാൻ അടുത്തതിന് അതിനനുസരിച്ച് നോക്കാമല്ലോ. ഇതൊക്കെ ഓരോ പണികൾ, ഒരു ഭംഗിക്ക് എല്ലാം ഭംഗിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇത് ഞാൻ ബെഡ്റൂമിൽ വെക്കാനാണ് വിചാരിച്ചത്. ഇതള് മാത്രം അടിച്ചു നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? നോക്ക്, രസമായോ? ഇനി ബാക്കി ഭാഗം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനിഷിങ് ആയാൽ ഇതിൻ്റെ ഭംഗി മനസ്സിലാവും. ബാക്കിയെല്ലാം അടിക്കട്ടെ. അതൊക്കെ വേഗം കഴിയൂതാ. ഇതിങ്ങനെ വേഗം കഴിയുന്നുണ്ട്, സംഭവം കഴിയുന്നുണ്ട്. അത്ര വിചാരിച്ച ടൈമൊന്നും എടുക്കുന്നില്ല. ഫുള്ളായിട്ട് കാണാം. പെയിൻ്റ് അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇന്ന് അടിക്കേണ്ടി വന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിച്ചോണ്ടിരിക്കുമ്പോൾ കാണാൻ. നല്ല കട്ടച്ചപ്പിൽ ഇങ്ങനെ അടിച്ച് കാണാനേ. അങ്ങനെ വിജയമായിട്ട് നമ്മളെ പെയിൻ്റ് അടി കഴിഞ്ഞു. പെട്ടെന്ന് കഴിഞ്ഞു കിട്ടും. ഇതിലൊന്നും വലിയ താമസമൊന്നുമില്ലേ. ഇതൊന്നും നിങ്ങൾ വിചാരിക്കും കുറേ പണിയില്ലേ എന്താ. ഇത് ലാസ്റ്റ് അതിൻ്റെ ലുക്ക് അടിപൊളി കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം പോട്ടി മിക്സൊക്കെ ഇട്ട് ചെടി വെച്ച് നോക്കാം എവിടെയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്.
ഇവിടെ കുത്ത് കൊടുക്കണോ വേറെ കളർ എന്നുള്ള സംശയമാണ്. അല്ല ഇതിൽ പിന്നെ ഇത് തന്നെ മതി നിൽക്കുക. ചെടി വെച്ച് നോക്കി ഭംഗി മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞാൻ വിജയകരമായിട്ട് പെയിൻ്റ് അടിയും കഴിഞ്ഞു. എങ്ങനെയുണ്ട് അഭിപ്രായം പറയണേ? ഇപ്പോഴത്തെ അഭിപ്രായം എങ്ങനെയുണ്ട്? ഇവിടം വരെ എത്തിയപ്പോൾ എന്തൊരു ഭംഗിയായി ഞാൻ നോക്കി നിൽക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതളൊരു കളറ് മാറ്റിയെന്ന് തോന്നുന്നല്ലേ. ഇനി നമുക്ക് പോട്ടി മിക്സൊക്കെ നിറക്കാൻ പോട്ടെ. അങ്ങനെ ഞാൻ പോട്ടി മിക്സൊക്കെ നിറച്ചിട്ട് ഇനി ചെടി നടാൻ പോവുക കേട്ടോ. ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാം. അടിയിൽ ഞാൻ ഇങ്ങനെ ഒരു കറുപ്പ് ലൈനൊക്കെ കൊടുത്തിരുന്നു, ഒന്നും കൂടി ഒരു കുറ്റിയുറപ്പായിട്ട് ഒരു ഭംഗിയിൽ ഇങ്ങനെ കാണാൻ എന്തൊരു അടിപൊളിയായി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഇതിൽ നമുക്ക് പോട്ടി മിക്സ് നിറക്കുമ്പോൾ ഫസ്റ്റിൽ എൻ്റെ സ്ഥിരം ഇടുന്ന ചകിരി, അത് കുഞ്ഞേ ഇടുന്നുള്ളൂ. അത്ര വലിയ പോട്ടൊന്നും അല്ലല്ലോ അതിനനുസരിച്ചിട്ടുള്ളത്. കാരണം കുത്തി ഒലിച്ച് പോണ്ട. ഇത് ഇൻഡോറാ അത് വെക്കുന്നത്. നമുക്ക് ഭംഗിയായിട്ട് മേശപ്പുറത്ത് വെക്കാമല്ലോ. ഞാൻ പോട്ടി മിക്സൊക്കെ റെഡിയാക്കിയ മണ്ണുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ കുറച്ചങ്ങ് റെഡിയാക്കി വെച്ചതായിരുന്നു. ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടാവാൻ. നല്ല കൊള്ളുന്നുണ്ട് കേട്ടോ, ചെറുതൊന്നും അല്ലത്, നല്ല കൊള്ളുന്നുണ്ട്. ഇനി ചെടി ഇതൊരു അടിപൊളിയായിട്ട് ഇങ്ങോട്ട് ഉണ്ടാവും, ഒരു ഭംഗിയിൽ സൂപ്പറായിട്ട്. ഇതില്ലേ നമുക്ക് വെയിൽ തട്ടിയില്ലെങ്കിൽ ഇതൊന്നും കൂടി നല്ലൊരു കളറിൽ ഇങ്ങോട്ട് വരും. വെയിൽ തട്ടി അതിന് കളറ് മാറും. ഇതിപ്പോൾ ഞാൻ വെയിൽ തട്ടൂല, ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലേ വെയിൽ തട്ടിക്കുള്ളൂ കേട്ടോ. ഇത് പിന്നെ സർപ്പപ്പോളയാന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇത് അയറ്റ് വെക്കൂല, അയറ്റ് വെക്കുകയല്ലത്. ഇതിങ്ങനെ പരക്കല നിറച്ച് മക്കളുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത അതാ. ഇതിന് ഭയങ്കര വിലയാ. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതേനു. ഇതിന് ഭയങ്കര വിലയാണ്. സാധാ ചെടീൻ്റെ വില അല്ല കേട്ടോ ഇതിനുള്ളത്. തരുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഒന്നിൽ നിങ്ങൾ കുറേ തൈകൾ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ വെക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ പോട്ട് ഇങ്ങനെ ഇതളുള്ള പോട്ടിൽ ഇതളുള്ള ചെടികളും വെക്കുമ്പോൾ പോട്ടി മിക്സ് നിറച്ച് വെച്ചില്ലേ, ഇനി കുറച്ചാ വെച്ച്. ഞാനിത് ഏത് ചെടിയും ഇതിൽ നടാം. പിന്നെ നനക്കും കേട്ടോ, ഞാൻ നനക്കും. പിന്നെ കുറച്ചതിന് അത്ര വെള്ളം കിട്ടിക്കൊള്ളണം എന്നില്ല ഇതിന്, ഈ ചെടിക്ക് കേട്ടോ. നല്ലോണം ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം. ഇനി ഇത് നമ്മൾ എവിടെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ബെഡ്റൂമിലല്ലേ വെക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. എല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് ലാസ്റ്റ് ലുക്ക്? എങ്ങനെയുണ്ട് ലാസ്റ്റ് ലുക്ക്? ഇതെല്ലാം തട്ടി വൃത്തിയാക്കട്ടെ. എന്താ അത് ഇത്രയും ക്ലീൻ ആക്കണം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഇൻഡോർ ആണല്ലോ. ഇൻഡോർ മേശപ്പുറത്ത് വെക്കുകയാണല്ലോ. നമ്മളെ TV റൂം, ലിവിങ് റൂം, അല്ലെങ്കിൽ അടുക്കളയിലും ഇങ്ങനെ വെക്കാം. അടുക്കള മേശപ്പുറത്ത് വെക്കാം. ഇനി ഞാൻ വാങ്ങിയ അലങ്കാര കല്ലുണ്ട്, അത് വെക്കട്ടെ കേട്ടോ. കുറച്ച് നനച്ചിട്ടാണ് വെക്കുന്നത്. ഇനി അലങ്കാര കല്ല് 1 കിലോന് 30 രൂപ കൊടുത്ത് ഞാൻ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങി കാണിച്ചിരുന്നല്ലോ. പോട്ട് വാങ്ങിയതല്ലോ. നമ്മളെ റൂമിൻ്റെ ഉള്ളാവുമ്പോൾ അതിൻ്റേതായ പവറ് വേണം. റൂമല്ലേ, ഇങ്ങനെ കുറേ നമുക്ക് പാഴ് വസ്തുക്കളെ കൊണ്ട് എത്ര കുപ്പി കിട്ടും നമുക്ക്. എവിടെയും നമ്മൾ വീട്ടിൽ വാങ്ങിയില്ലെങ്കിൽ റോട്ടുമേൽ കൂടെ രാവിലെ ഒന്ന് അങ്ങ് നടന്നു നോക്കി, എന്നാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും. എനിക്കങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പം വേനലാണല്ലോ,
ഭയങ്കര ചൂടും. അപ്പം വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ആർക്കും എന്ത് കുപ്പിയൊന്നും വേണ്ട, പാഴ്വസ്തുവായിട്ട് വലിച്ചെറിയുക. ആ പാഴ്വസ്തുവാണ് എനിക്കൊരു അനുഗ്രഹം, ഞാനതങ്ങോട്ട് എടുക്കും. അങ്ങനെയാണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാണ് എൻ്റെ പാഴ്വസ്തു കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പോട്ട്, എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്കെന്നെ എന്തൊരു ഇഷ്ടമാണെന്നറിയാം. അങ്ങനെ നോക്കി നിൽക്കുക. നമ്മളെ എടുക്കുന്ന പണി ഒരു വൃത്തി വേണം, ഒരു ഭംഗി വേണം. തുടച്ചാട്ടെ ഇടയ്ക്കൊന്നും നിങ്ങൾ തുടച്ചാൽ മതി. അകത്തായത് കൊണ്ട്, അത് പുറത്തല്ലല്ലോ. ഇഷ്ടപ്പെട്ടോ? എന്താ, പെയിൻറ്റ് നിറച്ച് റെഡിയാക്കി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കുറേ ഉണ്ടാക്കും കേട്ടോ. അതുപോലെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുക. അതിന് നമുക്കൊരു കത്തി വേണമെന്നേ ഉള്ളൂ. ഒന്ന് നനക്കട്ടെ കേട്ടോ. ഇനി ഇടയ്ക്കേ നനക്കുള്ളൂ. നനക്കുമ്പോൾ ഈ പോട്ട് ഒന്ന് ഉഷാറാക്കട്ടെ. അല്ലെങ്കിൽ പോട്ടുമ്മൽ ഒരു ചളി വന്ന പോലെ മണ്ണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ. ഞാനിവിടെയാണ് വെച്ചത്. ഈ സോഫ ചുറ്റും സോഫ, നടുവിൽ ടീപ്പോയി, അതിൻ്റെ നടുക്ക വെച്ച്. ഇവിടെയല്ലേ വെക്കാൻ നല്ലത്? അഭിപ്രായം പറയണേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടല്ലോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.